ഇന്ന് ഞാൻ ചില സമകാലിക വിഷയങ്ങളെക്കുറിച്ച് ഏതാനും കാര്യങ്ങൾ സംസാരിക്കാനാണ് വിചാരിക്കുന്നത്. സമകാലികം എന്ന് പറയുമ്പോൾ ഇന്ന് സാമൂഹ്യ മാധ്യമങ്ങളിലും അതുപോലെ സ്വതന്ത്ര ചിന്തകർക്കിടയിലുമൊക്കെ കാര്യമായി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ചില വിഷയങ്ങൾ. അത് പറയുമ്പോൾ സ്വതന്ത്ര ചിന്തകർ എന്ന വാക്ക് ഞാൻ ഉപയോഗിച്ചു. ആ ഒരു ടേമിൽ അറിയപ്പെടുന്ന ആളുകൾ ഇന്ന് വിവിധ കാറ്റഗറികളിലായിട്ടാണ് നമ്മുടെ സമൂഹത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന കാര്യം കൂടി ഈ വിഷയത്തിൻ്റെ ഭാഗമായി പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. കാരണം സ്വതന്ത്ര ചിന്തകർ എന്ന ഒരു ലേബൽ എല്ലാവരും നെറ്റിയിൽ ഒട്ടിച്ചുകൊണ്ട് പ്രവർത്തിക്കുമ്പോൾ ഇതിനകത്ത് വ്യത്യസ്തമായ ഒരുപാട് ധാരകളും ഉപധാരകളുമൊക്കെ പ്രവർത്തിക്കുന്നുണ്ട്. വിഷയങ്ങളുടെയും ആശയങ്ങളുടെയും നിലപാടുകളുടെയും അടിസ്ഥാനത്തിൽ മാത്രമല്ല, വ്യത്യസ്തമായ ലക്ഷ്യങ്ങളോടുകൂടി വ്യത്യസ്തമായ താല്പര്യങ്ങളോടുകൂടി പ്രവർത്തിക്കുന്ന വിവിധ ഗ്രൂപ്പുകളും വ്യക്തികളുമൊക്കെ ഈ ഒരു ലേബൽ ഒട്ടിച്ചുകൊണ്ട് ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആ വിവിധ ഗ്രൂപ്പുകളിൽപ്പെട്ട വിവിധ നിലപാടുകാരിൽപ്പെട്ട ആളുകൾ സമൂഹത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങളുടെ അല്ലെങ്കിൽ പ്രവൃത്തികളുടെ ഒരു സാമൂഹികമായ പ്രത്യാഘാതങ്ങൾ അത് ആ ലേബലിൽ തന്നെ പ്രവർത്തിക്കുന്ന നമ്മളെപ്പോലുള്ള ആളുകളെ കൂടി ബാധിക്കുന്നു എന്നതുകൊണ്ട് നമുക്ക് നമ്മുടേതായ നിലപാടുകൾ വ്യക്തമാക്കേണ്ടത് അനിവാര്യമായിട്ടുള്ളൊരു സാഹചര്യം ഇന്ന് നമ്മുടെ മുമ്പിലുണ്ട്. ഞാനിത് പറയാൻ കാരണം ഇപ്പോൾ ഏറ്റവും അവസാനം പല വിഷയങ്ങളിലായിട്ട് സ്വതന്ത്ര ചിന്തകർ എന്ന് പറയപ്പെടുന്ന ആളുകൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസങ്ങളും നിലപാട് വ്യത്യാസങ്ങളും ഒക്കെ പ്രത്യക്ഷമായി തന്നെ കാണുന്നുണ്ട്. അതിൻ്റെ പേരിൽ വലിയ തർക്കങ്ങളും ചർച്ചകളും ഒക്കെ നടക്കുന്നുണ്ട്. അതിലേറ്റവും അവസാനത്തെ ഒരു വിഷയമായിരുന്നു BJP വക്താവായിട്ടുള്ള ഒരാൾ ഒരു TV ചാനലിലെ ഡിബേറ്റിനിടയിൽ നടത്തിയിട്ടുള്ള ചില പ്രസ്താവനകളും ആ പ്രസ്താവനകൾ പ്രവാചക നിന്ദയാണ് എന്ന് പറഞ്ഞുകൊണ്ട് അതിനെതിരായിട്ട് ആഗോളതലത്തിൽ തന്നെ മുസ്ലിം രാജ്യങ്ങളിൽ നിന്നൊക്കെ ഉണ്ടായിട്ടുള്ള പ്രതികരണങ്ങളും ആ പ്രതികരണങ്ങളെ തുടർന്ന് നമ്മുടെ ഭരണാധികാരികൾ കേന്ദ്ര ഭരണാധികാരികൾ എടുത്തിട്ടുള്ള ചില നിലപാടുകളും കേന്ദ്രം ഭരിക്കുന്ന പാർട്ടി ഈ പറയുന്ന പാർട്ടി വക്താക്കൾക്കെതിരായിട്ട് എടുത്തിട്ടുള്ള ചില നടപടികളും ഒക്കെ ഇന്ന് വലിയ ചർച്ചയ്ക്കും വിവാദങ്ങൾക്കും വിഷയമായിരിക്കുകയാണ്. ഞാൻ അതിൻ്റെ ഒന്നും ചർച്ചയുടെ മെറിറ്റിലേക്കല്ല പോകുന്നത്, മറിച്ച് ഈ ചർച്ചകളിൽ സ്വതന്ത്ര ചിന്തകർ 2-3 ചേരികളിലായി നിന്നുകൊണ്ട് അഭിപ്രായ പ്രകടനം നടത്തുമ്പോൾ നമ്മൾ എവിടെ നിൽക്കുന്നു എന്ന ഒരു പ്രശ്നം നമുക്ക് വ്യക്തമാക്കേണ്ടതുണ്ട്. ഇവിടെ ഞാൻ ഇതിനെ ഒരു ഒറ്റപ്പെട്ട സംഭവമായിട്ടല്ല കാണുന്നത്. അത് ഒരുപാട് രാഷ്ട്രീയ സംഭവ വികാസങ്ങളുടെ ആ നൈരന്തര്യത്തിൽപ്പെട്ട ഒരു പ്രശ്നമായിട്ടാണ് ഞാനിതിനെ കാണുന്നത്. കാരണം അങ്ങനെ ഒരു ഡിബേറ്റ് ഇപ്പോൾ ഒരു ദേശീയ ചാനലിൽ നടക്കാനുള്ള കാരണം എന്താണ് എന്ന് നമുക്കൊക്കെ അറിയാം. ബാബറി മസ്ജിദ് പൊളിച്ചതിന് ശേഷം ഇതുപോലെ ഇനിയും ഇന്ത്യ രാജ്യത്ത് ഒരുപാട് പള്ളികൾ ഞങ്ങൾ പൊളിക്കും എന്നും പല പള്ളികളും പണ്ട് കാലത്തെന്നോ ക്ഷേത്രങ്ങളായിരുന്നു എന്നും അത് കണ്ടെത്തി ഓരോന്നോരോന്നായിട്ട് ഞങ്ങൾ വീണ്ടും ക്ഷേത്രങ്ങളാക്കി മാറ്റും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇന്ത്യയിലെ രാഷ്ട്രീയ അന്തരീക്ഷത്തിൽ ഒരു സാമുദായിക ധ്രുവീകരണവും വർഗീയ ലഹളയും വർഗീയ കലാപങ്ങളും കൂട്ടക്കൊലകളുമൊക്കെ സംഘടിപ്പിച്ചുകൊണ്ട് അതിലൂടെ തങ്ങളുടെ അധികാരം ഉറപ്പിക്കുന്നതിനും അധികാരം ശക്തിപ്പെടുത്തുന്നതിനും അധികാരത്തിൽ തുടരുന്നതിനും വേണ്ടിയുള്ള ഒരു വളരെ ചീഞ്ഞ ചാണക രാഷ്ട്രീയമാണ് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ കുറേ കാലമായിട്ട് ഇപ്പോൾ പ്രബലമായി നിലനിൽക്കുന്നത്. ആ ഒരു രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായിട്ട് അടുത്ത കാലത്ത് ഒരു മുസ്ലിം പള്ളിയിൽ ആ പള്ളിയുടെ കുളത്തിനകത്തുള്ള ഒരു വാട്ടർ ഫൗണ്ടൻ ശിവലിംഗമാണ് എന്ന് കണ്ടെത്തിക്കൊണ്ട് ആ പള്ളിക്കെതിരായിട്ടുള്ള ഒരു കലാപ നീക്കം, അതിന് ദൗർഭാഗ്യവശാൽ നമ്മുടെ നീതിപീഠമടക്കം ഇവിടെ ഹിന്ദുത്വ വർഗീയവാദികൾക്ക് കൂട്ടുനിൽക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. അത്തരത്തിലുള്ള ഒരു രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായി ഇവിടെ കലാപം സൃഷ്ടിക്കാനുള്ള സംഘപരിവാറിൻ്റെ ആസൂത്രിത ശ്രമത്തിൻ്റെ ഭാഗമായി നടക്കുന്ന ഈ ഒരു വിഷയത്തിൻ്റെ ഭാഗമായിട്ടാണ് ഒരു ചാനലിൽ ഇങ്ങനെ ഒരു ചർച്ച നടക്കുന്നത്. ആ ചർച്ചയിൽ മുസ്ലിം പക്ഷത്തു നിന്ന് പങ്കെടുത്ത ഒരാൾ
എന്തോ പരാമർശം നടത്തി പള്ളിക്കുളത്തിലുള്ള വാട്ടർ ഫൗണ്ടൻ ശിവലിംഗമാണ് എന്ന് പറയാമെങ്കിൽ നാട്ടിൽ ആ ഷേപ്പിലുള്ള ഏത് സാധനം കണ്ടാലും നിങ്ങൾ അതൊക്കെ ശിവലിംഗമാണെന്ന് പറഞ്ഞ് അവിടെയൊക്കെ ഇതുപോലെ അക്രമം നടത്തുമല്ലോ എന്നോ മറ്റോ ആ വ്യക്തി ഈ ചർച്ചയിൽ ഒരു അഭിപ്രായം പറഞ്ഞു എന്നാണ് കേൾക്കുന്നത്. ആ വ്യക്തി ഇസ്ലാമിനെ അല്ലെങ്കിൽ മുസ്ലിം പക്ഷത്തെ പ്രതിനിധീകരിക്കുന്ന ആ വ്യക്തി പറഞ്ഞ കാര്യങ്ങൾ ഒരു മീഡിയയിലും വരുന്നില്ല. മറിച്ച് അപ്പുറത്ത് BJP വക്താവ് പറഞ്ഞ കാര്യം എല്ലാവരുടെ കയ്യിലും ലഭ്യവുമാണ്. അതെന്തുകൊണ്ട് സംഭവിക്കുന്നു എന്നതിൽ തന്നെ ദുരൂഹതയുണ്ട്. കാരണം ഈ മുസ്ലിം പക്ഷത്തുള്ള ആള് ഹിന്ദുക്കളുടെ മതവികാരത്തെ വ്രണപ്പെടുത്തി അവരുടെ വിശ്വാസങ്ങളെ വ്രണപ്പെടുത്തി എന്നൊക്കെ ആരോപിച്ചുകൊണ്ടാണ് മറുപക്ഷത്ത് ഹിന്ദുത്വവാദികളുടെ പ്രവാചക നിന്ദ എന്ന് പറയപ്പെടുന്ന പരാമർശങ്ങൾക്ക് എല്ലാവരും ന്യായീകരണം ചമയ്ക്കുന്നത്. ഈ ന്യായീകരിക്കുന്ന ആളുകൾക്ക് ഇവിടെ BJP വക്താവ് പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് വീഡിയോ ക്ലിപ്പ് സഹിതം തെളിവ് സഹിതം കാണിക്കാൻ പറ്റുന്നുണ്ട്. എന്നാൽ അത് പറയാൻ കാരണമായി എന്ന് അവരാരോപിക്കുന്ന മുസ്ലിം പക്ഷത്തുള്ള ആൾ പറഞ്ഞ കാര്യങ്ങൾ ആരും വീഡിയോ ക്ലിപ്പുകളായിട്ട് പ്രചരിപ്പിക്കുന്നില്ല. അവിടെ നമ്മൾ തെളിവും രേഖയും ചോദിക്കുമ്പോൾ ശങ്കരാടി കൈകാട്ടി രേഖ എന്ന് പറഞ്ഞതുപോലെയാണ് കാര്യങ്ങൾ കിടക്കുന്നത്. അപ്പോൾ ഇതിനകത്തൊക്കെ കൃത്യമായ ചില രാഷ്ട്രീയ അജണ്ട ഉണ്ട് എന്നുള്ളത് തലയ്ക്കകത്ത് ചാണകം അല്ലാത്ത എല്ലാവർക്കും മനസ്സിലാവുന്ന ഒരു കാര്യമാണ്. അപ്പം അങ്ങനെയുള്ള ഒരു രാഷ്ട്രീയ വൃത്തികേടിൻ്റെ ഭാഗമായി നടന്ന ഒരു ഡിബേറ്റിലെ ചില പരാമർശങ്ങളുടെ പേരിലാണ് ഇപ്പോൾ ഇത് വലിയ വിവാദമാക്കി മാറ്റിയിട്ടുള്ളത്. ഈ വിവാദത്തിൽ സ്വതന്ത്ര ചിന്തകർ, സോക്കാൾഡ് സ്വതന്ത്ര ചിന്തകർ എന്ന് പറയുന്നവർ ഏതു പക്ഷത്ത് നിൽക്കണം എന്ന തർക്കമാണ് ഇവിടെ നടക്കുന്നത്. ആ തർക്കത്തെക്കുറിച്ചാണ് ഞാനിവിടെ എൻ്റെ അഭിപ്രായം പറയുന്നത്. എന്തായാലും ഞാൻ ഈ ഒരു തർക്കത്തിൽ ഇതിലേതെങ്കിലും ഒരു പക്ഷത്ത് നിന്നുകൊണ്ട് മറുപക്ഷത്തെ എതിർക്കാനോ അല്ലെങ്കിൽ ഒരു പക്ഷത്ത് നിന്നുകൊണ്ട് ആ പക്ഷത്തെ ന്യായീകരിക്കാനോ എനിക്ക് താല്പര്യമില്ല. കാരണം ഞാൻ സ്വതന്ത്ര ചിന്ത പ്രചരിപ്പിക്കുന്നതും മതവിമർശനം നടത്തുന്നതും വളരെ കൃത്യമായിട്ടുള്ള ഒരു സാമൂഹ്യ ധാർമ്മിക ലക്ഷ്യം വെച്ചുകൊണ്ടാണ്. കഴിഞ്ഞ 3-4 പതിറ്റാണ്ടുകളായിട്ട് ഇവിടെ ഈ ഒരു പ്രവർത്തനത്തിൽ ഏർപ്പെട്ടിരിക്കുന്നത് വളരെ കൃത്യമായിട്ടുള്ള ഒരു സാമൂഹ്യ ഉദ്ദേശ്യം വെച്ചുകൊണ്ടാണ്, വ്യക്തിപരമായിട്ടുള്ള എന്തെങ്കിലും നേട്ടം ഉദ്ദേശിച്ചുകൊണ്ടല്ല. അതുപോലെ തന്നെ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ കക്ഷിക്ക് അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ ആശയത്തിന് അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വർഗീയ ധ്രുവീകരണത്തിന് വേണ്ടി ശ്രമിക്കുന്ന പക്ഷത്തിന് മുതൽക്കൂട്ടുണ്ടാക്കി കൊടുക്കുക എന്നതും എൻ്റെ ലക്ഷ്യത്തിൽപ്പെട്ടതല്ല. ഞാൻ കുറച്ചുകൂടെ പച്ചയായിട്ട് ഒരു ഉദാഹരണം പറഞ്ഞുകൊണ്ട് തന്നെ ഇത് വിശദീകരിക്കാം. ഇവിടെ സെപ്റ്റിക് ടാങ്കിൽ മുങ്ങിക്കിടക്കുന്ന ഒരു കൂട്ടർ, ചാണകക്കുഴിയിൽ മുങ്ങിക്കിടക്കുന്ന വേറൊരു കൂട്ടർ, ഇവർ രണ്ട് കൂട്ടരും തമ്മിൽ ഒരു കൂട്ടർ സെപ്റ്റിക് ടാങ്കിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ട് അതിൽ മുങ്ങി കുളിച്ച് നിന്നുകൊണ്ട് ചാണകക്കുഴിയിൽ കിടക്കുന്നവരെ അയ്യേ ചാണകക്കുഴി, അയ്യേ വൃത്തികേട്, അയ്യേ മാലിന്യം, അയ്യേ പുഴുക്കൾ എന്ന് പറഞ്ഞ് പരിഹസിക്കുമ്പോൾ ചാണകക്കുഴിയിൽ മുങ്ങിക്കിടക്കുന്ന ആളുകൾ ഇപ്പുറത്ത് സെപ്റ്റിക് ടാങ്കിലേക്ക് നോക്കിയിട്ട് അയ്യേ മാലിന്യം, അയ്യേ തീട്ടം, അയ്യേ പുഴുക്കൾ, അയ്യേ വൃത്തികേട്, അയ്യേ ദുർഗന്ധം എന്ന് പറഞ്ഞ് അവിടുന്നും പരിഹസിക്കുമ്പോൾ നമ്മൾ ഇത് ഏത് കുഴിയിലേക്ക് ചാടി നിൽക്കണം എന്നതാണ് ഇവിടെ സ്വതന്ത്ര ചിന്തകർ ചർച്ച ചെയ്യുന്നത്. എനിക്ക് പറയാനുള്ളത്, ഈ രണ്ട് കുഴിയിലും ആണ്ട് കിടക്കുന്ന ഈ മനുഷ്യരെ ഈ രണ്ട് കുഴികളിൽ നിന്നും കരക്ക് കയറ്റി അവരെ വാട്ടർ സർവീസ് ചെയ്ത് ഡെറ്റോളിട്ട് കുളിപ്പിച്ച് സോപ്പിട്ട് കുളിപ്പിച്ച് വൃത്തിയാക്കി ഈ കാലഘട്ടത്തിൽ ജീവിക്കാൻ പറ്റുന്ന മനുഷ്യരാക്കി മാറ്റുക, വൃത്തിയുള്ള മനുഷ്യരാക്കി മാറ്റുക എന്നതാണ് എൻ്റെ സാമൂഹ്യ ലക്ഷ്യം. എൻ്റെ എന്ന് ഞാൻ പ്രത്യേകം പറയാൻ കാരണം ഇന്നിപ്പോൾ അങ്ങനെ പറയേണ്ട ഒരു അവസ്ഥയിലാണുള്ളത്. ആരൊക്കെ എവിടെയൊക്കെ നിൽക്കുന്നു എന്ന കാര്യത്തിലൊന്നും ഒരു വ്യക്തതയില്ലാത്തത് കൊണ്ടാണ് എനിക്ക് എൻ്റെ മാത്രം നിലപാട് പറയേണ്ടി വരുന്നത്. ഞാൻ എന്തായാലും ചാണകക്കുഴിയിലേക്ക് ഇറങ്ങി നിന്നിട്ട് സെപ്റ്റിക് ടാങ്കിലെ പരിഹസിക്കാനില്ല, സെപ്റ്റിക് ടാങ്കിലേക്ക് ഇറങ്ങി നിന്നിട്ട് ചാണകക്കുഴിയെ പരിഹസിക്കാനുമില്ല. ഞാൻ ഇത് രണ്ടിനോടും സമദൂരം പാലിച്ച് നിൽക്കാനാണ് ആഗ്രഹിക്കുന്നത്. രണ്ടല്ല, വേറെയും കുഴികളുണ്ട്. ഇപ്പം നമ്മുടെയൊക്കെ വീഡിയോയ്ക്ക് താഴെ വന്നിട്ട് ക്രിസ്ത്യാനികളായിട്ടുള്ള കുറേ ആൾക്കാർ ബൈബിൾ ചക്കരയാണ്, ഞാൻ പോളണ്ടിനെ കുറിച്ചൊന്നും പറയാൻ പാടില്ല എന്ന് പറഞ്ഞതുപോലെ ബൈബിളിനെ കുറിച്ചൊന്നും പറയാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് കമൻ്റ് ഇട്ട് പോകുന്ന ആളുകളുണ്ട്. അവരോടും എനിക്ക് പറയാനുള്ളത് വെച്ചാൽ ഇത് തന്നെയാണ്, നിങ്ങളുടേതും ഈ ചാണകക്കുഴിക്കും ഈ സെപ്റ്റിക് ടാങ്കിനും സമാനമായിട്ടുള്ള നൂറ്റാണ്ടുകൾ സഹസ്രാബ്ദങ്ങൾ പഴക്കമുള്ള വൃത്തികെട്ട ഗോത്രീയമായിട്ടുള്ള
ആശയ സംഹിതകളാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരെണ്ണത്തിലേക്കും നമ്മൾ പക്ഷം ചേരാനില്ല. ഈ മൂന്നെണ്ണത്തിലും പക്ഷം ചേർന്നുകൊണ്ടല്ല മതവിമർശനം നടത്തേണ്ടത്. ഈ മൂന്നെണ്ണത്തിൽ ഏതെങ്കിലും ഒന്നിൻ്റെ കൂടെ ചാരി നിന്നുകൊണ്ടല്ല സ്വതന്ത്ര ചിന്തയും ശാസ്ത്രബോധവും പ്രചരിപ്പിക്കേണ്ടത് എന്നതാണ് എൻ്റെ കൃത്യമായ നിലപാട്. മറിച്ച് നമ്മൾ ഇതിൽ നിന്നെല്ലാം സമദൂരം പാലിച്ചുകൊണ്ട് ഈ ചളിക്കുഴികളിലെല്ലാം വീണ് കിടക്കുന്ന മനുഷ്യരെ ആ കുഴികളിൽ നിന്ന് മോചിപ്പിച്ച് ശാസ്ത്രബോധമുള്ള, യുക്തിബോധമുള്ള, കാലത്തിൻ്റെ നീതിബോധം ഉൾക്കൊള്ളാൻ കഴിയുന്ന, ബഹുസ്വരതയുടെയും ജനാധിപത്യത്തിൻ്റെയും സംസ്കാരം ഉൾക്കൊള്ളാൻ കഴിയുന്ന മനുഷ്യരാക്കി തീർക്കുക എന്ന സാമൂഹ്യ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് സ്വതന്ത്ര ചിന്തകർ പ്രവർത്തിക്കേണ്ടത്. അങ്ങനെ പ്രവർത്തിക്കുന്നവരെ മാത്രമേ ഞാൻ യഥാർത്ഥ സ്വതന്ത്ര ചിന്തകർ എന്ന് വിശേഷിപ്പിക്കാനും മെനക്കെടുന്നുള്ളൂ. അല്ലാത്ത ആളുകളെക്കുറിച്ച് എനിക്ക് പ്രത്യേകിച്ചൊന്നും പറയാനില്ല. ഇനി ഈ സ്വതന്ത്ര ചിന്തകർ എന്ന് ലേബൽ ഒട്ടിച്ച് നടക്കുന്ന ആളുകളിൽ പല കാറ്റഗറി ഉണ്ട് എന്ന് ഞാൻ പറഞ്ഞു. ചില ആളുകൾക്ക് അവനവൻ ഏത് കുണ്ടിൽ നിന്നാണോ കയറിയത് ആ കുണ്ടിലെ മാലിന്യത്തെക്കുറിച്ച് മാത്രം സംസാരിക്കുക. അതിനെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ആ കുഴിയിൽ കിടക്കുന്ന മനുഷ്യരെ മണ്ണിട്ട് മൂടി നശിപ്പിച്ചാലും വേണ്ടില്ല, അല്ലെങ്കിൽ അവരെ ഇല്ലാതാക്കിയാലും വേണ്ടില്ല, അവരെ വംശീയമായി നശിപ്പിച്ചാലും വേണ്ടില്ല, നമ്മുടെ കലിപ്പ് തീർത്താൽ മതി എന്ന രീതിയിൽ പ്രവർത്തിക്കുന്ന, വൈകാരികമായിട്ട് മാത്രം മതവിമർശനം നടത്തുന്ന ചില ആളുകളുണ്ട്. അങ്ങനെയുള്ള ആളുകൾ അവനവൻ കയറിയ ഈ ചളിക്കുഴിയിൽ നിന്ന് നേരെ കയറിയിട്ട് ആ ചളിക്കുഴിയിലേക്ക് നോക്കി പരിഹസിക്കുന്ന മറ്റേ ചാണകക്കുഴിയിൽ പോയി നിൽക്കുന്നു എന്ന് മാത്രമല്ല, ഈ സെപ്റ്റിക് ടാങ്കിൽ നിന്ന് കയറുന്ന ആൾക്കാരെ നേരെ ചാണകക്കുഴിയിലേക്ക് ചാല് കീറി അങ്ങോട്ട് നയിക്കുക കൂടി ചെയ്യുന്നു. അങ്ങനെയുള്ള ആളുകൾ നമ്മുടെ സമൂഹത്തിൽ കുറച്ച് പേര് പ്രവർത്തിക്കുന്നുണ്ട്. സ്വതന്ത്ര ചിന്തകർ എന്ന് തന്നെയാണ് അവരും ലേബലൊട്ടിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ വേറെ ചിലർ തിരിച്ചുമുണ്ട്. ഈ സെപ്റ്റിക് ടാങ്കിൻ്റെ കൂടെ നിന്നിട്ട്, സെപ്റ്റിക് ടാങ്കിലേക്ക് ഇറങ്ങി നിന്നിട്ടും അവരെ കൂടെ നിന്നിട്ടും അവരൊരിക്കലും അതിനകത്തുനിന്ന് കര കയറരുത്, അവർക്ക് ഒരു വെളിച്ചവും കിട്ടരുത്, അവർക്കൊരു ശുദ്ധവായോ ശുദ്ധജലമോ കിട്ടരുത്, അവരെന്നും ആ ചളിക്കുണ്ടിൽ തന്നെ കിടന്നാലും വേണ്ടില്ല, മറ്റവരോടുള്ള കലിപ്പ് തീർത്താൽ മതി എന്ന മട്ടിൽ ഈ സുഡാപ്പികളെ താലോലിച്ചും ന്യായീകരിച്ചും സുഡാപ്പികളുടെ അജണ്ടയിൽ പറയുന്ന സകലമാന കാര്യങ്ങളെയും ഒരു സ്വതന്ത്ര ചിന്തയും കൂടാതെ പച്ചയായിട്ട് ന്യായീകരിച്ചുകൊണ്ടും സുഡാപ്പികൾക്ക് എല്ലാവിധ പ്രോത്സാഹനം നൽകിക്കൊണ്ട് നടക്കുന്ന ഒരു വിഭാഗം സ്വതന്ത്ര ചിന്തകരെയും ഇവിടെ കാണാം. മറുഭാഗത്ത് സംഘപരിവാറിൻ്റെ ആശയങ്ങൾ വരുമ്പോൾ അവരോട് വളരെ മൃദുവായ സമീപനം സ്വീകരിക്കുകയും സംഘപരിവാറിൻ്റെ എല്ലാ അജണ്ടകൾക്കും ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ന്യായീകരണം ചമച്ചുകൊണ്ട് സുഡാപ്പികൾ മാത്രമാണ് അപകടകാരികൾ, ഇസ്ലാം മാത്രമാണ് അപകടം എന്ന രീതിയിൽ ഇസ്ലാമിനെ പരിഹസിക്കാനും വിമർശിക്കാനും അവരെ കളിയാക്കാനും മാത്രം സമയം കണ്ടെത്തുകയും സംഘപരിവാറിനെ പ്രത്യക്ഷമായിട്ടോ പരോക്ഷമായിട്ടോ ഒക്കെ ന്യായീകരിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന വേറൊരു പക്ഷവും ഉണ്ട് സ്വതന്ത്ര ചിന്തകർക്കിടയിൽ. ഈ രണ്ട് പക്ഷവും യഥാർത്ഥത്തിൽ ചെയ്യുന്നത് ഇവിടെ രണ്ട് കൂട്ടരെയും വളർത്തുകയാണ്. അതാണ് നമുക്കിതിൽ കാണാനുള്ള ഇതിൻ്റെ പ്രത്യാഘാതം എന്ന് ഞാൻ പറയുന്നത്. അതാണ്, ഒരു കൂട്ടർ സുഡാപ്പികളുടെ പക്ഷം ചേർന്നുകൊണ്ട് അവരെ താലോലിച്ചും ന്യായീകരിച്ചും മറ്റവരെ മാത്രം കുറ്റം പറയുന്നവർ സുഡാപ്പികളെ വളർത്തുന്നു. സുഡാപ്പികളുടെ വളർച്ച ഇപ്പുറത്ത് സംഘികൾക്ക് വളർച്ചയ്ക്ക് വളമാകുന്നു. സംഘികൾ അത് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് വളരുന്നു. അപ്പോൾ ഈ പരസ്പര പൂരകമായിട്ട് പ്രവർത്തിക്കുന്ന ഈ രണ്ട് സംഘി സുഡാപ്പി വിഭാഗത്തെയും മാറി മാറി അങ്ങോട്ടും ഇങ്ങോട്ടും മാറി പ്രീണിപ്പിക്കുക, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പക്ഷം ചേർന്നുകൊണ്ട് പ്രീണിപ്പിക്കുക എന്ന് പറയുന്നത് രണ്ട് പക്ഷത്തെയും വളർത്തുകയാണ് ചെയ്യുന്നത്. ഈ രണ്ട് പക്ഷവും വളരുമ്പോൾ തളരുന്നത് ആരാണ്? തളരുന്നത് നമ്മൾ ലക്ഷ്യം വെക്കുന്ന ഒരു സമൂഹം ആണ് തളർന്നുകൊണ്ടിരിക്കുന്നത്. ഒരു മതേതര സമൂഹം സൃഷ്ടിക്കപ്പെടുന്നതിനാണ് ഇത് വിഘാതമായി മാറുന്നത്. അപ്പോൾ നമ്മളുടെ ലക്ഷ്യം ഈ സെപ്റ്റിക് ടാങ്കിൽ നിന്ന് ആളുകളെ കയറ്റിയിട്ട് ചാണകക്കുഴിയിലേക്ക് ചാല് കീറി അങ്ങോട്ട് കൊണ്ടേ തള്ളിയിടുക എന്നല്ല. ചാണകക്കുഴിയിൽ നിന്ന് ആളെ കയറ്റിയിട്ട് സെപ്റ്റിക് ടാങ്കിലേക്ക് തള്ളിയിടുക എന്നതും അല്ല നമ്മുടെ ലക്ഷ്യം. നമ്മുടെ ലക്ഷ്യം ഇവരെയൊക്കെ കുളിപ്പിച്ച് മനുഷ്യരാക്കുക എന്നുള്ളതാണ്. ആ മനുഷ്യരാക്കൽ പ്രക്രിയക്ക് വിഘാതമാകുന്നു ഈ രണ്ട് കൂട്ടരുടെയും പ്രവർത്തനം എന്നതുകൊണ്ട് ഞാൻ ഈ രണ്ട് കൂട്ടരെയും തൽക്കാലം സ്വതന്ത്ര ചിന്തകർ എന്ന് വിളിക്കുന്നില്ല. മറിച്ച് അവർ വേറെ ചില പ്രത്യേക താല്പര്യങ്ങളോടുകൂടി പ്രവർത്തിക്കുന്നവർ എന്ന രീതിയിൽ അവരെ നമ്മൾ വ്യക്തിപരമായിട്ടല്ല പറയുന്നത്, ആശയപരമായിട്ട് അവരോട് നമുക്ക് ഒരിക്കലും യോജിക്കാൻ കഴിയുന്നില്ല. ഇനി മറ്റൊരു കൂട്ടരുണ്ട്. ഈ പറഞ്ഞ കൂട്ടർ മാത്രമൊന്നല്ല, ഈ കൂട്ടത്തിൽ ഒരുപാട് താല്പര്യങ്ങളുമായിട്ട് ഈ രംഗത്ത് വന്നിട്ടുള്ള ആൾക്കാരുണ്ട്. ഇപ്പോൾ കച്ചവടത്തിന് വേണ്ടി ചന്തയിലിറങ്ങിയ ആൾക്കാരുണ്ട്. ഞാൻ യുക്തിവാദവും സ്വതന്ത്ര ചിന്തയും ഒക്കെ ഒരു കച്ചവട സാധ്യതയുള്ള ചരക്കായി മാറിയത് വളരെ അടുത്ത കാലത്താണ്.
നമ്മളൊക്കെ ഈ രംഗത്ത് വന്ന് പ്രവർത്തിക്കുന്ന 10-40 കൊല്ലമായിട്ട് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഇതിനകത്ത് കച്ചവട സാധ്യത ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്ന് പോലും സങ്കല്പിച്ചിട്ടില്ലാത്ത ഒരു കാലത്താണ് നമ്മൾ ഈ രംഗത്ത് വന്ന് പ്രവർത്തിച്ചു തുടങ്ങുന്നത്. എന്ന് മാത്രമല്ല, നമുക്ക് ഈ പ്രവർത്തനങ്ങളിലൂടെ ഉണ്ടാവാൻ പോകുന്ന ലാഭം എന്താണ് എന്നതിനെക്കുറിച്ചുള്ള കൃത്യമായ തിരിച്ചറിവ് നമുക്കുണ്ടായിരുന്നു. അടി, ഏറ്, തെറിവിളി, കൂക്കിവിളി തുടങ്ങി എല്ലാ തരത്തിലുള്ള സമ്മാനങ്ങളും നിരന്തരം കിട്ടുക മാത്രമല്ല, നമ്മുടെ ജീവൻ്റെ മുകളിൽ തന്നെ ഡെമോക്രസിൻ്റെ വാള് പോലെ ഭീഷണി തൂങ്ങിക്കിടക്കുകയും ചെയ്യുന്ന ഒരു ഭീകര അവസ്ഥയിൽ തന്നെയാണ് നമ്മൾ പൂച്ചക്ക് മണി കെട്ടാൻ ധൈര്യം കാണിച്ചുകൊണ്ട് നമ്മളെപ്പോലുള്ള ചില സാഹസികർ ആ കാലത്ത് രംഗത്ത് വന്നിട്ടുള്ളത്. ആ പ്രവർത്തനങ്ങളുടെയൊക്കെ ഒരു തുടർച്ച എന്ന നിലക്ക് സാമൂഹ്യ മാധ്യമങ്ങളൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ ഇത്തരം ആശയങ്ങൾക്ക് വളരെ വ്യാപകമായിട്ടുള്ള പ്രചാരം ലഭിക്കുകയും എല്ലാവർക്കും ഇതൊക്കെ ലഭ്യമാവുകയും ചെയ്യുന്ന ഒരു സാഹചര്യത്തിൽ ഇതിനും ഇന്ന് ഈ ഒരു സാമൂഹ്യ ചന്തയിൽ കുറച്ച് ഡിമാൻഡ് വന്നിട്ടുണ്ട്. ഈ യുക്തിവാദത്തിനും മതവിമർശനത്തിനും സ്വതന്ത്ര ചിന്തയ്ക്കുമൊക്കെ ഇന്ന് വിപണിയിൽ അല്പം കച്ചവട സാധ്യത വന്നിട്ട് ആ സാധ്യത കണ്ടുകൊണ്ട് സുഖമായി ഇത് കച്ചവടം ചെയ്ത് അവനവൻ്റെ പോക്കറ്റിലേക്ക് കാശുണ്ടാക്കുക എന്ന ഒറ്റ ലക്ഷ്യം വെച്ചുകൊണ്ട് ഈ രംഗത്തേക്ക് വന്നിട്ടുള്ള ആളുകളും ഉണ്ട്. ഇത് ആരൊക്കെയാണ് എന്തൊക്കെയാണ് എന്നൊന്നും ഞാനിപ്പോൾ പറയുന്നില്ല. അതൊക്കെ നമുക്ക് കൃത്യമായി നിരീക്ഷിച്ചാൽ നമുക്ക് കണ്ടെത്താൻ കഴിയും. അങ്ങനെയുള്ള കച്ചവട താല്പര്യവുമായി വന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർ നോക്കുന്നത് ഈ സമൂഹ ചന്തയിൽ ഏത് ചരക്കിനാണ് ഡിമാൻഡ് കൂടുതലുള്ളത് എന്നാണ്. അങ്ങനെ നോക്കുമ്പോൾ ഇന്ന് ഇസ്ലാം വിരുദ്ധത എന്ന് പറയുന്ന ചരക്കിന് അത്യാവശ്യം ഡിമാൻഡുണ്ട്. അതിൻ്റെ കൂടെ സംഘി അനുകൂലം എന്ന് പറയുന്ന ചരക്കിന് അല്ലെങ്കിൽ സംഘി അനുകൂല ആശയങ്ങൾ എന്ന് പറയുന്ന ആ ചരക്കിനും കുറച്ചൊക്കെ ഇന്ന് ഈ മാർക്കറ്റിൽ ഡിമാൻഡുണ്ട്. അപ്പോൾ ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ട് പുതിയൊരു ചരക്കുണ്ടാക്കി കഴിഞ്ഞാൽ ആ രണ്ട് മാർക്കറ്റിലും കൂടെ ആ രണ്ട് ഡിമാൻഡും കൂടെ ഒരുമിച്ച് വരുമ്പോൾ കുറച്ച് അധികം ഡിമാൻഡുള്ള ഒരു ചരക്കായിട്ട് മാറും. അങ്ങനെ സംഘി അനുകൂല, മുസ്ലിം വിരുദ്ധ, ഇസ്ലാം വിരുദ്ധ ചരക്കുകളെ സൃഷ്ടിച്ച് നിരന്തരമായിട്ട് ഇങ്ങനെ പടച്ചു വിട്ട് കഴിഞ്ഞാൽ ഈ മാർക്കറ്റിൽ നിന്ന് അത്യാവശ്യം ചിക്കിളി കിട്ടും എന്ന് മനസ്സിലാക്കിയ വിരുദ്ധന്മാരായിട്ടുള്ള ചില കച്ചവടക്കാർ ഈ രംഗത്ത് ഇറങ്ങി വന്നിട്ടുണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഉദ്ദേശ്യശുദ്ധിയെക്കുറിച്ചോ അല്ലെങ്കിൽ അവരുടെ താല്പര്യങ്ങളെക്കുറിച്ചോ അവർക്ക് അങ്ങനെ ചെയ്യാനുള്ള അവകാശത്തെക്കുറിച്ചോ അവരുടെ ഇതിനുള്ള കച്ചവടം ചെയ്യാനുള്ള സ്വാതന്ത്ര്യത്തെക്കുറിച്ചോ ഒന്നും നമുക്ക് യാതൊരു എതിരഭിപ്രായമില്ല. അതൊക്കെ അവർ ചെയ്തോട്ടെ. പക്ഷേ സ്വതന്ത്ര ചിന്തകർ എന്ന ഒരു ലേബൽ ഒട്ടിച്ചുകൊണ്ട് ഇത്തരം പ്രവർത്തനങ്ങൾ നടത്തുമ്പോൾ ഈ ചാണകക്കുഴി, ഈ സെപ്റ്റിക് ടാങ്കും ഒക്കെ മിക്സ് ചെയ്തുകൊണ്ട് ഇവർ ചരക്കുകൾ ഉണ്ടാക്കി ഉൽപ്പാദിപ്പിച്ച് അതൊക്കെ സ്വതന്ത്ര ചിന്തയുടെ ലേബലിൽ വിൽക്കുമ്പോൾ അതിൻ്റെ ആ കുഴിയിൽ നിന്നുള്ള ചാണകവും മലമൊക്കെ നമ്മളുടെ മുഖത്തും നമ്മുടെ ശരീരത്തിലും കുറേശ്ശെ പറ്റുന്നുണ്ട്. കാരണം നമ്മളും ഇതേ ബാനറിൽ അതല്ലെങ്കിൽ ഇതേ ടൈറ്റിൽ പ്രവർത്തിക്കുന്നവരാണ്. സ്വതന്ത്ര ചിന്തകർ എന്ന രീതിയിൽ മതവിമർശനം നടത്തുന്ന നമ്മളെയും വളരെ പെട്ടെന്ന് ഈ ഒരു ചളിക്കുണ്ടിൻ്റെ ആളുകളാണ് എന്ന് മറ്റുള്ളവരെ തെറ്റിദ്ധരിപ്പിക്കാൻ ഇത് സഹായകമാകുന്നു. അതുകൊണ്ടാണ് ഈ ചാണകം നമ്മുടെ ശരീരത്തിലും പറ്റുന്നു എന്ന് ഞാൻ പറഞ്ഞത്. അതുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ നിലപാട് വ്യക്തമാക്കേണ്ടതുണ്ട്. ഇത്തരം കച്ചവട താല്പര്യങ്ങൾ മാത്രം വെച്ചുകൊണ്ട് യാതൊരു തരത്തിലുള്ള സാമൂഹ്യ പ്രതിബദ്ധതയും ഇല്ലാതെ, യാതൊരു തരത്തിലുള്ള ധാർമ്മികതയും ഇല്ലാതെ ഇതൊക്കെ സ്വന്തം വ്യക്തിപരമായ ലാഭത്തിന് വേണ്ടി മാത്രം, കച്ചവടം ചെയ്യാൻ വേണ്ടി മാത്രം വന്നുകൊണ്ട് ഇത്തരം പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിട്ടുള്ള ആളുകൾ, അവരുടെ പ്രവർത്തനത്തിന് ബൈ പ്രോഡക്റ്റ് എന്ന നിലക്ക് ചിലപ്പോൾ ഗുണങ്ങളും ദോഷങ്ങളും ഒക്കെ ഉണ്ടാവാം. അതിൻ്റെ ഒന്നും മെറിറ്റിലേക്ക് ഞാൻ വരുന്നില്ല. പക്ഷെ ഇത്തരം താല്പര്യങ്ങളാണ് നിങ്ങളെ നയിക്കുന്നതെങ്കിൽ നിങ്ങൾ ഒരിക്കലും ഈ സമൂഹത്തിൻ്റെ നിലവിലുള്ള അവസ്ഥയെയോ അല്ലെങ്കിൽ ഈ സമൂഹം ഇനി നാളെ എങ്ങോട്ടാണ് പോവേണ്ടത് എന്നതിനെക്കുറിച്ചോ സാമൂഹിക ധാർമ്മികതയുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഒരു ഉദ്ദേശ്യ ലക്ഷ്യങ്ങളെക്കുറിച്ചോ ഒന്നും നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ബോധവാന്മാരാകേണ്ടതില്ല. കാരണം നിങ്ങൾ മാർക്കറ്റ് മാത്രമാണ്, ഡിമാൻഡ് മാത്രമാണ് നോക്കുന്നത്. അതിനനുസരിച്ചുള്ള ചരക്കുണ്ടാക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഇവിടെ പത്രങ്ങളും ചാനലുകളും ഒക്കെ അങ്ങനെയാണ് ചെയ്യുന്നത്. മനോരമയും മാതൃഭൂമിയും പോലുള്ള പത്രങ്ങളൊക്കെ ഓരോ മാസവും
ഈ പത്രമാർക്കറ്റിൽ ഏതൊക്കെ വാർത്തകൾക്കാണ് ഡിമാൻഡുള്ളത്, ഏതൊക്കെ വാർത്തകളാണ് ആളുകൾക്ക് കൂടുതൽ ഹൃദ്യമാകുന്നത് എന്ന് ഗവേഷണം നടത്താൻ പ്രത്യേക ഉദ്യോഗസ്ഥന്മാരെ തന്നെ ഏർപ്പാടാക്കിയിട്ടുണ്ട്. അവർ ഫീൽഡ് വർക്ക് നടത്തുകയാണ്. ഓരോ മാസവും ഓരോ പ്രദേശത്തും ഫീൽഡ് വർക്ക് നടത്തിയിട്ട് വായനക്കാർക്ക് ഇന്ന ഇന്ന കാര്യങ്ങളിലാണ് താല്പര്യം, ഇന്ന ഇന്ന മാറ്റങ്ങൾ ഉണ്ടാക്കണം എന്ന നിർദ്ദേശം കൊടുക്കുകയും ആ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് ഇവരുടെ പത്രങ്ങളിലെ ഓരോ ജില്ലയിലെയും എഡിഷൻ അതിനനുസരിച്ച് വ്യത്യാസപ്പെടുത്തി ഇങ്ങനെ കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത്. കാരണം ലക്ഷ്യം മാർക്കറ്റ് നിലനിർത്തുക, മാർക്കറ്റ് വർദ്ധിപ്പിക്കുക എന്നുള്ളത് മാത്രമാണ്. അതാണ് ചാനലുകളൊക്കെ അവരുടെ വ്യൂസ് വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട്, അവരുടെ റേറ്റിംഗ് വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടും എല്ലാ തരത്തിലുള്ള പൈങ്കിളി സാധനങ്ങളും കൊണ്ടുവന്ന് അലക്കുന്നത് അതിനു വേണ്ടിയിട്ടാണ്. ഇവർക്കൊന്നും തന്നെ, ഇന്നത്തെ മാധ്യമങ്ങൾക്കൊന്നും തന്നെ സാമൂഹ്യമായ ഒരു പ്രതിബദ്ധതയും ഇല്ല എന്നുള്ളത് വളരെ വ്യക്തമാണ്. എല്ലാവരും ഈ മാർക്കറ്റിൽ മത്സരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതേപോലെ സാമൂഹ്യ മാധ്യമങ്ങളിലും സാമ്പത്തികമായിട്ടുള്ള ചില സാധ്യതകൾ കണ്ടതോടുകൂടി അവിടെയും ഈ മത്സരം നടക്കുന്നുണ്ട്. ആ മത്സരത്തിൽ ഞങ്ങൾക്കാണ് കൂടുതൽ സബ്സ്ക്രൈബേഴ്സ് വേണ്ടത്, ഞങ്ങൾക്കാണ് കൂടുതൽ വ്യൂവേഴ്സ് വേണ്ടത്, ഞങ്ങൾക്കാണ് കൂടുതൽ കാശ് കിട്ടേണ്ടത്, അതിനനുസരിച്ചുള്ള ചരക്കുകൾ ഞങ്ങൾ ഉൽപ്പാദിപ്പിക്കും. അതിന് ഞങ്ങൾ ഈ സമൂഹത്തിലെ അല്ലെങ്കിൽ ഈ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ഈ ഒരു സമൂഹത്തിലെ സാധ്യതകളെക്കുറിച്ച് പഠനം നടത്തും. അവിടുത്തെ മാർക്കറ്റ് ഏതൊക്കെ വിഷയങ്ങൾക്ക് എന്തിനൊക്കെയാണ് മാർക്കറ്റ് ഡിമാൻഡ് കൂടുന്നത്, ഏതിനാണ് ഡിമാൻഡ് കുറവുള്ളത് എന്നൊക്കെ നമ്മൾ നിരീക്ഷിക്കും. അങ്ങനെ കൃത്യമായി നിരീക്ഷിച്ചിട്ട് ഏറ്റവും നന്നായി വിറ്റുപോകുന്ന ചരക്കുകൾ ഉണ്ടാക്കി വിൽക്കുക എന്നുള്ളതാണ് ഈ കൂട്ടരുടെ താല്പര്യം. അപ്പം അങ്ങനെയുള്ള താല്പര്യക്കാരും ഇതേ ലാബിൽ ഒട്ടിച്ച് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പം ഇങ്ങനെയൊക്കെ കൂടി പല താല്പര്യങ്ങളോടുകൂടി പല ലക്ഷ്യങ്ങളോടുകൂടി യാതൊരു സാമൂഹ്യ പ്രതിബദ്ധതയോ യാതൊരു തരത്തിലുള്ള ധാർമ്മിക ബോധമോ ഒന്നുമില്ലാതെ പ്രവർത്തിക്കുന്ന പല ഗ്രൂപ്പിൽപ്പെട്ട പല ചേരിയിൽപ്പെട്ട ആളുകളും ഗ്രൂപ്പുകളും വ്യക്തികളുമൊക്കെ ഇന്ന് സ്വതന്ത്ര ചിന്തകർ എന്ന് ഒറ്റ ലാബിൻ്റെ കീഴിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അവിടെ നമ്മൾ വളരെ കൃത്യമായിട്ടും നമ്മുടെ ലക്ഷ്യമെന്താണ്, ഉദ്ദേശ്യമെന്താണ് എന്ന് വ്യക്തമാക്കേണ്ടതുണ്ട്. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഈ മാർക്കറ്റ് ലക്ഷ്യമാക്കിയിട്ടല്ല ഈ കാര്യങ്ങൾ ചെയ്യുന്നത്. അതായിരുന്നു എങ്കിൽ എനിക്ക് എൻ്റെ ചാനലിൽ ഇന്നുള്ളതിൻ്റെ 10 ഇരട്ടി സബ്സ്ക്രൈബേഴ്സിനെ ഉണ്ടാക്കാനും എൻ്റെ ചാനലിൽ നിന്ന് ഇന്ന് വരുന്നതിനേക്കാൾ 10 ഇരട്ടി വരുമാനം ഉണ്ടാക്കാനും ഒക്കെയുള്ള സാധ്യതകൾ ആരായാനും അത് മനസ്സിലാക്കി അതിനനുസരിച്ചുള്ള പ്രോഡക്റ്റുകൾ ഉണ്ടാക്കാനും ഒക്കെ എനിക്കും പറ്റും. അത് പറ്റാത്തത് കൊണ്ടല്ല നമ്മളത് ചെയ്യാത്തത്, നമ്മുടെ ലക്ഷ്യം അതല്ല എന്നതുകൊണ്ടാണ്. നമുക്ക് കൃത്യമായൊരു ലക്ഷ്യമുണ്ട്. നമ്മൾ ഈ ഒരു സമൂഹത്തെ, ആ ഒരു സമൂഹത്തിൽ തന്നെ നമ്മൾ എവിടെയാണ് പ്രവർത്തിക്കേണ്ടത്, എങ്ങനെയാണ് പ്രവർത്തിക്കേണ്ടത് എന്ന് തീരുമാനിക്കുന്നിടത്ത് വരെ നമ്മൾ ചില ഔചിത്യം കാണിക്കുന്നത് അതുകൊണ്ടാണ്. ഈ ഔചിത്യം എന്ന് പറയുന്നതിന് നമുക്ക് സാങ്കേതികമായ യുക്തി കൊണ്ടൊന്നും വിശദീകരിക്കാൻ കഴിയില്ല. അത് മനസ്സിലാവണമെങ്കിൽ അതിൻ്റേതായ ചില സെൻസ് വേണം. അത് സെൻസ് ഇല്ലാത്തവർക്ക് ഔചിത്യം മനസ്സിലാവില്ല. ഇപ്പോൾ ഈ നൂപുൽ ശർമ്മ എന്ന് പറയുന്ന സംഘിയുടെ വക്താവായ ആള് പറഞ്ഞ കാര്യങ്ങൾ, പ്രവാചകനെ കുറിച്ച് പറഞ്ഞ കാര്യങ്ങൾ വസ്തുതയല്ലേ, അതുകൊണ്ട് നമ്മൾ അവരുടെ പക്ഷം ചേരേണ്ടതല്ലേ എന്നൊക്കെ വാദിക്കുന്ന ആൾക്കാരോട് നമ്മൾ ചോദിക്കുന്ന അതാണ്. അവരത് പറഞ്ഞത് വസ്തുതകളായിരിക്കാം, അവർ പറഞ്ഞതിൽ യാതൊരു കുഴപ്പമുണ്ടാവില്ല, അതൊക്കെ ശരി തന്നെയാണ്. പക്ഷെ അവരെന്തിനു വേണ്ടി പറഞ്ഞു, അവരേത് സാഹചര്യത്തിൽ അത് പറഞ്ഞു, അങ്ങനെ പറയാനുള്ള ഒരു ചർച്ച തന്നെ ചാനലുകളിൽ അല്ലെങ്കിൽ മാധ്യമങ്ങളിൽ ഇപ്പോൾ ഉണ്ടാവാനുള്ള രാഷ്ട്രീയ സാഹചര്യം എന്ത്, ഇതിനെ കൂടെ പരിഗണിക്കുമ്പോഴാണ് അവരുടെ ലക്ഷ്യം കൃത്യമായി ഈ രാജ്യത്ത് സമാധാന അന്തരീക്ഷം തകർത്ത് ഇവിടെ ഹിന്ദുക്കളെയും മുസ്ലിങ്ങളെയും തമ്മിൽ തല്ലിച്ച് വർഗീയ കലാപം ഉണ്ടാക്കി അവരുടെ ഭരണവും അധികാരവും നിലനിർത്താനും ശക്തിപ്പെടുത്താനുമുള്ള വൃത്തികെട്ട രാഷ്ട്രീയ കളിയുടെ ഭാഗമായി വന്ന ഒരു പ്രവർത്തനമാണ് ഇത് എന്ന് മനസ്സിലാക്കുമ്പോഴാണ് ഈ ചാണകക്കുഴിയിൽ ഇറങ്ങി നിന്നിട്ട് നമ്മൾ ഇവിടുത്തെ പുറത്ത് സെപ്റ്റിക് ടാങ്കിൻ്റെ കുറ്റം പറയണോ വേണ്ടേ എന്നുള്ള പ്രശ്നം വരുന്നത്. അപ്പോൾ ഒരാൾ എന്ത് പറയുന്നോ, പറഞ്ഞത് വസ്തുതയാണോ അല്ലേ എന്ന് മാത്രമല്ല പ്രശ്നം, അയാൾ എന്തിനു വേണ്ടി പറഞ്ഞു, ഇൻറ്റൻഷൻ എന്താണ്, അയാൾ എന്ത് പറഞ്ഞു, ഏത് സാഹചര്യത്തിൽ പറഞ്ഞു, എന്താണ് അതിൻ്റെ ആകത്തുകയായിട്ട് വരുന്ന പ്രോഡക്റ്റ് എന്താണ്, അതിൻ്റെ പ്രത്യാഘാതം, ഈ സമൂഹത്തിലെ പൊതു പ്രത്യാഘാതം എന്താണ്, തുടങ്ങിയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പരിഗണിക്കുമ്പോഴാണ് നമ്മൾ കൃത്യമായ ശരിയും തെറ്റും നിർണ്ണയിക്കാൻ പറ്റുന്നൊരവസ്ഥയിലേക്ക് നമ്മൾ മാറുന്നത്. അതിനാണ് ഔചിത്യബോധം എന്ന് പറയുന്നത്, അതിനാണ് സെൻസ് എന്ന് പറയുന്നത്. അവിടെ
മാർക്കറ്റ് കിട്ടുന്നത് ഏതാണെന്ന് നോക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇതൊന്നും നോക്കേണ്ട കാര്യമില്ല. അതുപോലെ തന്നെ ഒരു കൂട്ടരോട് കലിപ്പ് തീർക്കാൻ വേണ്ടി മാത്രം ഇതൊക്കെ പറയുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെയൊന്നും ചിന്തിക്കേണ്ടതില്ല. അവർക്ക് തൽക്കാലം അവരുടെ മനസ്സിൽ തോന്നുന്ന കാര്യങ്ങൾ പറഞ്ഞാൽ മതി. ഇവിടെ നമ്മൾ ഒരു സമൂഹത്തെ മുന്നിൽ കണ്ടുകൊണ്ട് ആ സമൂഹത്തെ ഒരു പ്രത്യേക ലക്ഷ്യത്തിലേക്ക് നയിക്കുക എന്ന കൃത്യമായ ഉദ്ദേശത്തോടു കൂടി ഇത്തരം പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുമ്പോൾ നമുക്ക് ഈ പറയുന്ന ഓരോ പ്രവർത്തനങ്ങളുടെയും സാഹചര്യങ്ങളും അതിൻ്റെ പ്രത്യാഘാതങ്ങളും അത് സമൂഹത്തിൽ ഉണ്ടാക്കാൻ പോകുന്ന ഇമ്പാക്റ്റും അതിനെല്ലാം ആകെ മൊത്തം സമഗ്രമായി കണ്ടുകൊണ്ട് മാത്രമേ നമുക്ക് അതിൻ്റെ ശരി തെറ്റുകളെ നിർണ്ണയിക്കാൻ കഴിയൂ. അതിനാണ് നമ്മൾ ഔചിത്യബോധം എന്ന് പറയുന്നത്. യുക്തിബോധത്തോടൊപ്പം തന്നെ ശാസ്ത്രബോധത്തോടൊപ്പം തന്നെ സാമൂഹ്യമായ ഒരു ധാർമ്മിക ബോധവും അതിൻ്റെ ഔചിത്യബോധവും കൂടി നമുക്കുണ്ടെങ്കിൽ മാത്രമേ അത്തരത്തിലുള്ള പ്രവർത്തനങ്ങളെ നമുക്ക് ശരിയായി നിർണ്ണയിക്കാനും വിലയിരുത്താനും ഒക്കെ സാധിക്കുകയുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഒരു കൂട്ടർ സെപ്റ്റിക് ടാങ്കിൽ മുങ്ങിക്കിടക്കുന്നു, വേറൊരു കൂട്ടർ ചാണക ടാങ്കിൽ മുങ്ങിക്കിടക്കുമ്പോൾ ആ ചാണക ടാങ്കിൽ മുങ്ങിക്കിടക്കുന്നവർ സെപ്റ്റിക് ടാങ്കിൽ മുങ്ങിക്കിടക്കുന്നവരെ നേരെ കൊഞ്ഞനം കുത്തുമ്പോൾ നമ്മൾ ചാണകക്കുഴിയിലേക്ക് ഇറങ്ങിയിട്ട് ഇവരെ കൊഞ്ഞനം കുത്താൻ ഒപ്പം കൂടുക എന്നത് ഇന്ത്യയിലെ ഇന്നത്തെ സാമൂഹ്യ രാഷ്ട്രീയ സാഹചര്യത്തിൽ ഒരിക്കലും നമ്മൾ ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ്. കാരണം അതിൻ്റെ സോഷ്യൽ ഇമ്പാക്റ്റ് ഒരിക്കലും നമുക്കോ അല്ലെങ്കിൽ ഈ സമൂഹത്തിനോ ഗുണകരമല്ല എന്നാണ് നമ്മൾ തിരിച്ചറിയേണ്ടത്. അതാണ് ഇതേക്കുറിച്ച് എനിക്ക് പറയാനുള്ളത്. ഇനി ഇവിടെ ചർച്ചാ വിഷയമായിട്ടുള്ള പ്രവാചകൻ്റെ കല്യാണവും അതുപോലെ തന്നെ പ്രവാചകൻ ആകാശത്തേക്ക് ബുറാക്കിൻ്റെ മുകളിൽ കയറിപ്പോയതും അതുപോലെ ഖുർആനിലെ ഭൂമി പരന്നതാണെന്ന് പറഞ്ഞതും ഒക്കെയാണല്ലോ ഇവിടെ ഈ BJP വക്താവ് ചാനലിൽ വിളിച്ചു പറഞ്ഞു എന്ന് പറയുന്ന കാര്യങ്ങൾ. അതൊക്കെ എത്രയോ കാലമായിട്ട് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. ആ പറഞ്ഞതിലൊന്നും ഒരു തെറ്റുമില്ല, അതൊക്കെ വസ്തുതയാണ്, അതൊക്കെ കിതാബുകളിലുണ്ട്. ആ കിതാബുകളിലുള്ള വസ്തുതകളൊക്കെ പറയാനുള്ള സ്വാതന്ത്ര്യവും അവകാശവും അവർക്കുണ്ട്. പക്ഷെ അത് പറയാനുള്ള ധാർമ്മികമായ അർഹത ഈ ചാണകക്കുഴിയിൽ മുങ്ങിക്കിടക്കുന്നവർക്ക് ഉണ്ടോ ഇല്ലേ എന്നുള്ളതാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ട ഒരു പ്രശ്നം. കാരണം ഈ ശിവലിംഗത്തിൻ്റെ കാര്യം പറഞ്ഞുകൊണ്ടാണല്ലോ ഈ ചർച്ച നടക്കുന്നത്. ഈ ശിവലിംഗം തൊട്ട് ഈ ഹൈന്ദവ മതത്തിലെ പുരാണങ്ങളും അതിനകത്തുള്ള കഥകളും അതിലെ കഥാപാത്രങ്ങളും അതിൽ എഴുതി പിടിപ്പിച്ചിട്ടുള്ള വിഡ്ഢിത്തങ്ങളും അസംബന്ധങ്ങളും അശാസ്ത്രീയതകളും അന്ധവിശ്വാസങ്ങളും അതുപോലെ തന്നെ നെറികെട്ട ജാതി വ്യവസ്ഥ പോലുള്ള അശ്രീകരങ്ങളും ഒക്കെ ഉൾക്കൊള്ളുന്ന ഒരു സാധനം, ഹിന്ദുത്വം എന്ന് പറയുന്ന ഒരു സാധനത്തെ തലയിൽ പേറുന്ന ആൾക്കാരാണ് ഇപ്പുറത്ത് ബുറാക്കിൽ കയറിയതിൻ്റെയും ഭൂമി പരന്നതിൻ്റെയും അതുപോലെ മുഹമ്മദ് കല്യാണം കഴിച്ചതിൻ്റെയും ഒക്കെ കാര്യം പറഞ്ഞുകൊണ്ട് ഇവരെ പരിഹസിക്കുന്നത്. അങ്ങനെ പരിഹസിക്കാനുള്ള എന്ത് ധാർമ്മികമായ അർഹതയാണ്, എന്ത് ധാർമ്മികമായ യുക്തിപരമായ അർഹതയാണ് ഈ കൂട്ടർക്കുള്ളത് എന്നത് നമ്മൾ പരിശോധിക്കണം. അപ്പം നമ്മൾ ഈ എല്ലാവരെയും സമദൂരത്തിൽ നിന്നുകൊണ്ട് എല്ലാം ചളിക്കുണ്ടുകളാണെന്നും എല്ലാം അന്ധവിശ്വാസങ്ങളാണെന്നും എല്ലാം കാലഹരണപ്പെട്ടതാണെന്നും എല്ലാം മനുഷ്യവിരുദ്ധമാണ് എന്ന് മനസ്സിലാക്കിയ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ തർക്കത്തിൽ കക്ഷി ചേർന്നുകൊണ്ട് ഒരു പക്ഷം ചേർന്നുകൊണ്ടല്ല നമ്മൾ നിലപാടെടുക്കേണ്ടത്. മറിച്ച് സമദൂരം പാലിച്ച് പുറത്തു നിന്നുകൊണ്ട് എല്ലാവരുടെയും വിശ്വാസങ്ങളും എല്ലാവരുടെയും ഈ പറയുന്ന സങ്കുചിത വർഗീയ താല്പര്യങ്ങളും തുറന്നു കാണിക്കുകയാണ് നമ്മൾ വേണ്ടത്. അങ്ങനെ തുറന്നു കാണിക്കുമ്പോൾ നമ്മൾ ഓരോ വ്യക്തികളും ഇതെല്ലാം സമം ചേർത്ത് ചെയ്യണമെന്നൊന്നും പറഞ്ഞു വരേണ്ടതില്ല. നമുക്ക് ഇവിടെയും സ്പെഷ്യലൈസേഷൻ ഉണ്ട്. അതുകൊണ്ടാണ് ഇപ്പം ഞാനൊക്കെ ഒരു പ്രത്യേക മതത്തെ കൂടുതലായി വിമർശിക്കുന്നത്. അത് സ്പെഷ്യലൈസേഷൻ്റെ മാത്രം പ്രശ്നമല്ല, അതും ഒരു ഔചിത്യത്തിൻ്റെ പ്രശ്നമാണ്. ആ ഔചിത്യം എന്തുകൊണ്ടാണ്? നമ്മൾ പറയുന്ന കാര്യങ്ങൾ നമ്മൾ ഏത് സമൂഹത്തോടാണോ പറയുന്നത് ആ സമൂഹം അത് എങ്ങനെയാണ് നോക്കിക്കാണുക, നമ്മളെ എങ്ങനെയാണ് നോക്കിക്കാണുക, നമ്മൾ പറയുന്ന ആശയങ്ങളെ സ്വീകരിക്കാനുള്ള അവരുടെ ഒരു മാനസികാവസ്ഥ എത്രത്തോളം ഉണ്ട് തുടങ്ങിയ കാര്യങ്ങൾ കൂടി നമ്മൾ പരിഗണിക്കുമ്പോഴാണ് നമ്മൾ മുമ്പ് ഉണ്ടായിരുന്ന മതത്തെയും സമുദായത്തെയും കൂടുതലായി വിമർശിക്കുന്നത് ഒരു ഔചിത്യബോധത്തിൻ്റെ ഭാഗമായി മാറുന്നത്. അപ്പോൾ ഒരു മുസ്ലിം സമുദായത്തിൽ ജനിച്ചു വളർന്ന മുസ്ലിം നാമധാരിയായ ഒരാൾ മതവിശ്വാസം നഷ്ടപ്പെട്ട് മതത്തെ വിമർശിക്കാൻ യുക്തിവാദ രംഗത്തേക്ക് വരുമ്പോൾ സ്വാഭാവികമായും അയാൾ വന്ന മതത്തെക്കുറിച്ച് കൂടുതലായി വിമർശിക്കുക എന്നത് അയാൾക്ക് കൂടുതൽ അറിവുള്ളത് ആ മേഖലയിലാണ് എന്നതുകൊണ്ട് മാത്രമല്ല,
അത് കൂടുതൽ ഉചിതമാണ് എന്നതുകൂടിയാണ്. അത് ഔചിത്യബോധത്തിൻ്റെ ഒരു കൂടി ഭാഗമായിട്ടാണ് നമ്മൾ കാണുന്നത്. കാരണം ഇപ്പം ഞാൻ ഇസ്ലാമിൽ നിന്ന് പുറത്തു വന്നിട്ട് ഇവിടുത്തെ ഹിന്ദുക്കളെയും ക്രിസ്ത്യാനികളെയും മാത്രം തുരുതുരാ പരിഹസിക്കുകയും വിമർശിക്കുകയും ചെയ്യുക, ഇസ്ലാമിനെ കുറിച്ച് വരുമ്പോൾ ഞാനൊന്നിങ്ങനെ തൊട്ടും മെഴുകിയും തലോടിയും വെറുതെ ഇങ്ങനെ ലേശം തടിക്ക് കേടില്ലാതെ അങ്ങനെ നിൽക്കുകയും ചെയ്യുക എന്ന് പറയുമ്പോൾ അവിടെ ഒരു ഔചിത്യക്കുറവുണ്ട്, അല്ലെങ്കിൽ ഒരു അനൗചിത്യമുണ്ട്. യുക്തിപരമായിട്ടും ശാസ്ത്രീയമായിട്ടൊക്കെ അതൊക്കെ ശരിയായിരിക്കാം, പക്ഷേ ഔചിത്യം എന്ന് പറയുന്നത് വേറെയാണ്. കാരണം ഈ സമൂഹം നമ്മളെ നോക്കിക്കാണുന്നത് അങ്ങനെയാണ്. ഇപ്പം ഞാൻ യുക്തിവാദിയാണെങ്കിൽ പോലും ഞാൻ ജബ്ബാർ ആയതുകൊണ്ട് തന്നെ എന്നെ ഇവിടുത്തെ സംഘി നോക്കിക്കാണുന്നത്, ഇവിടുത്തെ ക്രിസ്ത്യൻകി നോക്കിക്കാണുന്നത് എന്നെ ഒരു മുസ്ലിമായിട്ടാണ്. അല്ലെങ്കിൽ ഇപ്പോൾ ഞാൻ ബൈബിളിനെ കുറിച്ച് ഒരു പോസ്റ്റ് ഇട്ടപ്പോഴേക്ക് എനിക്ക് സുഡാപ്പി ചാപ്പ കുത്തി തന്ന ക്രിസ്ത്യാനികളുണ്ട്. ഞാൻ ഹിന്ദു മതത്തെക്കുറിച്ചോ സംഘിയെക്കുറിച്ചോ എന്തെങ്കിലും ചെറിയ വിമർശനം നടത്തുമ്പോഴേക്കും എനിക്ക് സുഡാപ്പി ചാപ്പ കുത്തിത്തരുന്ന സംഘികളുണ്ട് ഇവിടെ. കാരണം അതാണ് ഈ സമൂഹത്തിൻ്റെ നിലപാട്. ആ നിലപാടുള്ള ഒരു സമൂഹത്തോടാണ് നമ്മൾ സംവദിക്കുന്നത് എന്നതുകൊണ്ട് തന്നെ നമ്മൾ ചില കാര്യങ്ങളിൽ ഇങ്ങനെയുള്ള ചില ഔചിത്യം കാണിക്കേണ്ടതുണ്ട് എന്നതുകൊണ്ട് കൂടിയാണ് ഞാനൊക്കെ കൂടുതലായി ഇസ്ലാമിനെ വിമർശിക്കുന്നത്. അതേസമയത്ത് ഇത്തരത്തിലുള്ള ചില സന്ദർഭങ്ങളിൽ നമുക്ക് നമ്മുടെ കൃത്യമായ നിലപാടിനെ തുറന്ന് പറയേണ്ടിയും വരുന്നത്. ഇനി ആയിഷ കല്യാണവുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ചർച്ചയുടെ ഭാഗമായിട്ട് നമ്മുടെ MM അക്ബറിനെ പോലെയുള്ള ചില ആളുകൾ, MM അക്ബറും പിന്നെ മുഹമ്മദ് ഈസ പോലെയുള്ള ആളുകളൊക്കെ പഴയ ലക്ഷദ്വീപിലെ ചക്കരക്കള്ള് കൊണ്ടുവന്നിട്ട് സ്കോച്ച് വിസ്കിയുടെ കുപ്പിയിൽ ഒഴിച്ചിട്ട് വീണ്ടും കൊണ്ടുവന്ന് അവതരിപ്പിക്കുന്നുണ്ട്. പുതിയ തമ്പനയിലൊക്കെ വെച്ചിട്ട് പഴയ സാധനം എടുത്തിട്ട് കൊണ്ടുവന്ന് വെക്കുകയാണ്, ആയിഷയുടെ കല്യാണത്തിനെയും ആയിഷയുടെ പ്രായത്തിനെയും ഒക്കെ ന്യായീകരിക്കാൻ വേണ്ടിയിട്ട്. അതിനെക്കുറിച്ച് കൂടെ കുറച്ച് കാര്യങ്ങൾ ഈ സമയത്ത് പറയാനുണ്ട്. ന്യായീകരിക്കുക മാത്രമല്ല, പുതിയ തമ്പനയിൽ വെച്ചുകൊണ്ട് MM അക്ബർ വിമർശകരെ വെല്ലുവിളിക്കുന്നുണ്ട്. ആയിഷ കല്യാണം ചർച്ച ചെയ്യാൻ വരൂ എന്നിട്ട് വെല്ലുവിളിക്കുന്നുണ്ട്.